പ്രൈസ് ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് നിയോഗത്തിലേക്ക്, തൻ്റെ പ്രധാനപ്പെട്ട നിയോഗത്തിലേക്ക് കടന്നു പോകുവാൻ നേരം കർത്താവിനോട് ശിമോൻ പത്രോസ് ചോദിച്ച ഒരു ചോദ്യവും യേശുക്രിസ്തു ശിമോൻ പത്രോസിനോട് പറഞ്ഞ മറുപടിയുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്ത് വായിച്ച വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശുവിനോട് ശിമോൻ പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു? യേശുക്രിസ്തു പറഞ്ഞ മറുപടി, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ വരുവാൻ സാധിക്കുകയില്ല. ചില ട്രാൻസ്ലേഷനുകളിൽ യേശു കർത്താവ് പറഞ്ഞ ആ പദത്തെ ഞാൻ പോകുന്ന ഇടം എന്ന് പറയുന്ന വാക്കിന് പകരം സോൺ എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പോകുന്ന മണ്ഡലത്തിലേക്ക്, ഞാൻ പോകുന്ന മേഖലയിലേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ സാധിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരമപ്രധാനപ്പെട്ട നിയോഗം കാൽവരി ക്രൂശിൽ നിവർത്തിക്കേണ്ടതിന് യേശു കർത്താവ് ആ നിയോഗത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എവിടെ പോകുന്നു? പത്രോസിൻ്റെ ആത്മീയ നിലവാരവും പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ നിലവാരവും പത്രോസിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന യേശു ക്രിസ്തു അവനോട് പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്ക് ഇപ്പോൾ നിനക്ക് വരാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നിയോഗങ്ങളുടെ മേഖലയാണ്. പത്രോസിനെ നിങ്ങൾ എടുത്തു നോക്കുക. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനായി നിൽക്കുകയാണ്. ചില എടുത്തുചാട്ടങ്ങൾ പത്രോസിൻ്റെ ഉള്ളിലുണ്ട്. യേശു കർത്താവ് കടലിലൂടെ നടക്കുന്നത് കണ്ടാൽ പത്രോസിന് തോന്നും കൂടെ ഒന്ന് നടക്കണമെന്ന്. യേശു കർത്താവിനെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിക്കുവാൻ വന്നാൽ അവൻ്റെ കഴുത്തറുക്കുവാനുള്ള മനസ്സുള്ള പത്രോസ്. ചില പ്രശ്നങ്ങളുടെ നടുവിൽ ഭയങ്കരമായി തകർന്നു പോകുന്ന പത്രോസ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്വന്തം ജീവന് വേണ്ടി മറ്റൊരുത്തനെ തള്ളിപ്പറയുന്ന പത്രോസ്. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ പത്രോസിൻ്റെ ജീവിതത്തെ ഉലയ്ക്കുകയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനകത്ത് തൻ്റെ ജീവിതത്തെ മൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. തൻ്റെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ തൻ്റെ വിശ്വാസത്തിൽ ഇടർച്ച സംഭവിക്കുന്ന രീതിയിൽ തൻ്റെ ആത്മീക ജീവിതം വളരെയധികം ശോധനീയമായ അവസ്ഥയിലായിരുന്നു ഉള്ളത്. ഒരേ സമയം പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കുകയും അപ്പോൾ തന്നെ യേശു കർത്താവ് സാത്താനെ എന്ന് വിളിക്കത്തക്കവണ്ണം അവിശ്വാസം പറയുകയും ചെയ്യുന്ന പത്രോസ്. ഈ പത്രോസും യേശു ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ സുവിശേഷങ്ങളിൽ വായിച്ചാൽ ഒരു അഭേദ്യമായ ബന്ധം പത്രോസിന് യേശുവിനോടുണ്ട്. യേശുവിനെ വിട്ടു പിരിഞ്ഞ് എങ്ങും പോകുവാൻ പത്രോസിന് മനസ്സില്ല. യേശു ക്രിസ്തുവിനോടൊപ്പം നിൽക്കണം എന്നുള്ളത് പത്രോസിൻ്റെ എക്കാലത്തെ ആഗ്രഹമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതൊരു വൈകാരികമാകുന്ന ഒരു ബന്ധം മാത്രമാണ്, ഇമോഷണൽ ബന്ധം മാത്രമാണ്. ഒരു നേതാവിനോടൊപ്പം ആ നേതാവിൻ്റെ പിന്നണിക്കാർ നിൽക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ വലങ്കൈയായിട്ട് നിൽക്കുന്ന പത്രോസ് എന്നിങ്ങനെയുള്ള ഒരു വൈകാരികമാകുന്ന ഒരു ബന്ധമാണ് പത്രോസിനോട്. വൈകാരിക ബന്ധം ഉപയോഗിച്ച് ഒരിക്കലും നിയോഗങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ പത്രോസിന് സാധിക്കുകയില്ല. ജഡത്തിൽ നിന്നുകൊണ്ട് കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. ഭൗതികമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമാകുന്ന ഏതെങ്കിലും ഒരു വൈകാരികമാകുന്ന അനുഭവങ്ങളിൽ നിന്നോ കർത്താവുമായിട്ട് ബന്ധം പുലർത്താൻ സാധിക്കുകയില്ല. കർത്താവുമായിട്ടൊരു പ്രാണബന്ധത്തിൽ ഏർപ്പെടുക, ഇതാണ് യഥാർത്ഥ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. യേശു കർത്താവ് പറയുകയാണ്, നിനക്കിപ്പോൾ എൻ്റെ കൂടെ വരാൻ സാധിക്കുകയില്ല. നിയോഗങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിനക്കിപ്പോൾ സാധിക്കുകയില്ല. നിങ്ങളുടെ വൈകാരിക തലങ്ങളിൽ നിന്നും നീ എന്ന് ആത്മതലങ്ങളിലേക്ക് കയറുന്നുവോ, നീ എന്ന് ആത്മതലങ്ങളെ രുചിച്ചറിയാൻ തുടങ്ങുന്നുവോ, നീ എന്ന് ആത്മതലങ്ങളെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുവോ, അപ്പോൾ നിന്റെ മുൻപിൽ നിയോഗങ്ങളുടെ വാതിലുകൾ ഓപ്പണാകും. എവിടെയാണ് പത്രോസിന് മുമ്പിൽ ഈ ആത്മതലങ്ങൾ തുറന്നു വന്നത്? അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഗലീല പുരുഷന്മാരോട് സുവിശേഷം അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
എവിടുന്ന് വന്നു ഈ ധൈര്യം? എവിടുന്ന് വന്നു പത്രോസെ ഈ ഉറപ്പ്? 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടു വന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആത്മതലങ്ങളെ തുറന്നു വിടുവാൻ, ആത്മതലങ്ങളെ കയ്യെത്തിപ്പിടിക്കുവാൻ പത്രോസിനെ സഹായിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസാണ്. ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വൈകാരികമാകുന്ന ഇമോഷണലി കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിക്കരുത്. രോഗം സൗഖ്യമായതുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ കടഭാരം മാറ്റിയതുകൊണ്ട് ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു. ഇതാവരുത് നിങ്ങളുടെ ആത്മീയത. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നതുകൊണ്ടാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. എനിക്ക് ശ്വസിക്കാൻ ശ്വാസം തന്നതുകൊണ്ടാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ ദിവസവും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം അത് ഓർത്താൽ കർത്താവിനെ സ്തുതിക്കണം എന്നൊക്കെയുള്ള വാചകങ്ങൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും തന്നതുകൊണ്ടാണോ കർത്താവിനെ സ്നേഹിക്കുന്നത്? നോ. ഒന്നുമില്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കണം. യേശുവുമായിട്ടൊരു പ്രാണബന്ധം ആവശ്യമാണ്. വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ കയറണം. ആത്മതലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസിലേക്ക് കയറുക. നിങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, എല്ലാ ആഴ്ചയിലും നിങ്ങൾ വെള്ള ഷർട്ട് ഇടുന്നുണ്ടായിരിക്കും, നിങ്ങളെല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും യഥാർത്ഥമായി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം, ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മാന്യനായിരിക്കാം, നിങ്ങളുടെ എടുത്തു പറയത്തക്കവണ്ണമുള്ള തെറ്റുകളൊന്നും നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കില്ല. നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ അറിയായിരിക്കാം, നല്ലതുപോലെ പ്രസംഗിക്കാൻ അറിയായിരിക്കാം, ബൈബിൾ പരമാകുന്ന ബഹുജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് യഥാർത്ഥമായ ബന്ധം നിങ്ങൾക്ക് ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിന് മുൻസ്ഥാനം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നടക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. നിയോഗങ്ങൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുമ്പോൾ ആ നിയോഗങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനുള്ള യോഗ്യത നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. ആ യോഗ്യത പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ യോഗ്യമാക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളിലേക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങളിലേക്കും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഗാഡ് ബ്ലസ് യു. ആമേൻ.